അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച അന്വേഷണത്തിൽ മുൻമന്ത്രി കെ ബാബുവിനെതിരായ നിർണായക തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. ബാബുവിന്റെ ബിനാമി എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ലഭിച്ചത്. ബാബുവിനെതിരായ ബാർക്കോഴ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ബാബുറാം രമേശ് ചെന്നിത്തലയ്ക്കും വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും എഴുതിയ കത്തുകൾ വിജിലൻസ് കണ്ടെടുത്തു. ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ രേഖകളും വിജിലൻസ് ശേഖരിച്ചു. നാളെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യും. ബാബുറാമിന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് കെ ബാബുവുമായി ബാബുറാമിനെ ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവ് ലഭിച്ചത്. ബാബുറാം വിജിലൻസ് ഡയറക്ടറായിരുന്ന ശങ്കർ റെഡ്ഡിക്കും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും എഴുതിയ കത്തുകളായിരുന്നു അത്. ബാബുവിനെതിരായ ബാർ കോഴക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബാബുറാം ഇരുവർക്കും കത്ത് നൽകിയത്. ബാർ കോഴക്കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെ ബാബു സത്യസന്ധനായ നേതാവാണെന്നും ഒക്കെയായിരുന്നു കത്തിലെ പരാമർശങ്ങൾ. കത്തിന്റെ പകർപ്പും കത്ത് കൈപ്പറ്റിയതിന്റെ രേഖയും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ബാബുവും ബാബുറാമും തമ്മിൽ നിരവധി തവണ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും വിജിലൻസ് ശേഖരിച്ചു. കുമ്പള സ്വദേശിയായ ബാബുറാം ബാബുവിന്റെ ബിനാമിയാണെന്ന് വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ കണ്ടെത്താനുള്ള വിജിലൻസിന്റെ ശ്രമം ഇതോടെ വിജയിച്ചു. ഇനി ബാബുവിനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് വിജിലൻസ് അറിയിച്ചു. നാളെ വിജിലൻസ് ആസ്ഥാനത്തെത്താൻ ആവശ്യപ്പെട്ട് ബാബുവിന് വിജിലൻസ് കത്ത് നൽകിയിട്ടുണ്ട്. ബാബുറാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അനധികൃത സ്വത്ത് സംബന്ധിച്ച നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ബാബുറാം ബന്ധം തെളിയിക്കാനാകുന്നത് കേസന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് വിജിലൻസിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജേക്കബ് തോമസിനെതിരെ നടപടി വേണ്ട എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. അവധിയെടുത്ത് അധ്യാപകനായ വിഷയത്തിലാണ് തീരുമാനം. ഇക്കാലത്തെ ശമ്പളം ജേക്കബ് തോമസ് തിരിച്ചടച്ചിരുന്നു. നടപടി ആവശ്യമില്ലെന്ന മുൻ വിജിലൻസ് ഡയറക്ടറും ശുപാർശ ചെയ്തിരുന്നു. സർവീസിലിരിക്കെ അവധിയെടുത്ത് കൊല്ലം TKM കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്ത സംഭവത്തിൽ ജേക്കബ് തോമസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കൂത്തുപറമ്പ് സ്വദേശി സത്യൻ നരവൂർ എന്നയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസ് പരിഗണിക്കവെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ജേക്കബ് തോമസിനെതിരെ അച്ചടക്ക നടപടി ആവശ്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഇക്കാലയളവിൽ സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ വേതനം ജേക്കബ് തോമസ് തിരികെ നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് മുൻപ് വിജിലൻസ് അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ ആവശ്യമില്ലെന്ന് മുൻ വിജിലൻസ് ഡയറക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തു. സർവീസ് ചട്ടലംഘനമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരാണ് പരിഗണിക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. UDF സർക്കാരിൻ്റെ കാലത്ത് ജേക്കബ് തോമസ് അവധിക്ക് അപേക്ഷ നൽകിയ ശേഷമായിരുന്നു അധ്യാപകനായി ജോലി ചെയ്തത്. എന്നാൽ അന്ന് സർക്കാർ അവധി അപേക്ഷ നിരസിച്ചു. ഈ സംഭവമാണ് വർഷങ്ങൾക്ക് ശേഷം പരാതിയായി ഇപ്പോൾ കോടതിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിജിലൻസ് ഡയറക്ടറായി തുടരുമെന്ന് സൂചന നൽകി ജേക്കബ് തോമസ്. വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിജിലൻസിന്റേത് കൂട്ടായ പ്രവർത്തനമാണെന്നും ജേക്കബ് തോമസ് പറഞ്ഞു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് തുടരണം എന്ന് VS അച്യുതാനന്ദൻ. ജേക്കബ് തോമസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷം ആക്ഷേപിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നത്. വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകുമെന്നും VS പറഞ്ഞു. ജേക്കബ് തോമസിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അയാൾ ന്യായമായും ഉണ്ടാകാവുന്ന നടപടികൾ വിളംബിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂത്രമായിരുന്നത്. അതെ, അതുകൊണ്ടാണ് നമ്മളത് കയറിയിട്ട് അത് ശരിയായ നടപടിയല്ല, അയാളൊരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ കാര്യം. സത്യനാണല്ലോ. തുടരണം, തുടരുകയാണ് വേണ്ടത്. ചീഫ് ജസ്റ്റിസിന് കത്തയക്കാം. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസ് ഒഴിയേണ്ട ആവശ്യമില്ലെന്ന് ജസ്റ്റിസ് CN രാമേന്ദ്രൻ. നല്ല തീരുമാനമെടുക്കുന്നവരെ ഒഴിവാക്കാൻ തൽപര കക്ഷികൾ ശ്രമിക്കും. അതിന്റെ ഭാഗമായി മാത്രമേ ഈ ആവശ്യത്തെ കാണാൻ സാധിക്കൂ. വിജിലൻസ് ഡയറക്ടർ എന്ന നിലയിലെ പ്രവർത്തനങ്ങളെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തുന്നത് ശരിയല്ലെന്നും ഇത് ജനങ്ങൾക്കിടയിൽ തെറ്റായ ധാരണയുണ്ടാക്കുമെന്നും ജസ്റ്റിസ് CN രാമേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. എൻ്റെ അഭിപ്രായം ഒഴിയേണ്ട ഒരു ആവശ്യമില്ലെന്നാണ്. കാരണം വെച്ചാൽ ശക്തമായ നടപടികൾ എടുക്കുന്നവരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കാൻ അതിനുള്ള തൽപര കക്ഷികൾ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കൂട്ടാൻ എനിക്ക് കഴിയുള്ളൂ. ഒരു വിജിലൻസ് ഡയറക്ടർ എന്നുള്ള നിലയിൽ പ്രവർത്തനത്തിനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്തുന്നതോ മാറ്റുന്നതോ ശരിയല്ല. അത് ജനങ്ങളുടെ ഇടയിൽ തെറ്റായ ധാരണ ഉണ്ടാക്കും. സ്വാധീന ശക്തികൾക്ക് ഗവൺമെൻറ് വഴങ്ങിയെന്ന് പറയും. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, മാറ്റുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹം നേടിയ ഒരു പേര്, ആ സൽപ്പേര് തീർച്ചയായിട്ടും ഈ അന്വേഷണം വളരെ നിഷ്പക്ഷമായിട്ട് അന്വേഷണങ്ങൾ നടത്താൻ, അഴിമതിയാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിനാണ് ആദ്യം ഒരു സൊല്യൂഷൻ കാണേണ്ടത്. അതിന് ഇത്ര ശക്തരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആവശ്യമാണ്. മാറ്റണം ശരിയല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കൺസ്യൂമർ ഫെഡ് അഴിമതി കേസിൽ മുൻമന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേരെ പ്രതി ചേർത്ത് വിജിലൻസ് കേസെടുത്തു. UDF സർക്കാരിന്റെ കാലത്തെ വിദേശ മദ്യ ഇൻസെന്റീവ് ക്രമക്കേടിലാണ് അന്വേഷണം. എറണാകുളം വിജിലൻസ് സ്പെഷ്യൽ സെൽ തയ്യാറാക്കിയ FIR തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു.
2011-2014 കാലയളവിൽ വിദേശ മദ്യ കമ്പനികളിൽ നിന്ന് കൺസ്യൂമർ ഫെഡിന് ലഭിച്ച ഇൻസെന്റീവ് തുകയിൽ വൻ കുറവുണ്ടായെന്ന് കണ്ടെത്തിയതോടെയാണ് വിജിലൻസ് എറണാകുളം സ്പെഷ്യൽ സെൽ മുൻ മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേർക്കെതിരെ കേസെടുത്തത്. ആദ്യഘട്ടത്തിൽ ആരെയും പ്രതി ചേർക്കേണ്ടെന്നും എന്നാൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവരെ പ്രതി ചേർക്കാമെന്നും ഈ മാസം 3-ന് വിജിലൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പ്രാഥമികാന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ 8 പേരെ പ്രതി ചേർത്തത്. CN ബാലകൃഷ്ണൻ കേസിൽ 8ാം പ്രതിയാണ്. 60 ലക്ഷം 58 ലക്ഷം വരെ ഇൻസെന്റീവ് കിട്ടിയോടത്ത് UDF സർക്കാർ വന്നതിന് ശേഷം 4 ലക്ഷത്തി സംതിങ് വരെ ഇൻസെന്റീവ് വെറുതെ എഴുതി ചേർക്കാൻ വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചൊരു സാഹചര്യം ഉണ്ടായി. കൺസ്യൂമർ ഫെഡ് മുൻ പ്രസിഡന്റ് ജോയ് തോമസ്, മുൻ MD റിജി ജി നായർ, സഹകരണ വകുപ്പ് മുൻ അഡീഷണൽ രജിസ്ട്രാർ V സുനിൽകുമാർ, മുൻ ചീഫ് മാനേജർ R അജയ്കുമാർ, മുൻ റീജിയണൽ മാനേജർമാരായ M ഷാജി, സുഷ് സുകുമാരൻ, വിദേശമന്ത്രി വിഭാഗത്തിലെ മുൻ മാനേജർ സുജിത കുമാരി എന്നിവരാണ് മറ്റു പ്രതികൾ. UDF അധികാരമേറ്റ ശേഷം 2011 മുതൽ 14 വരെ കൺസ്യൂമർ ഫെഡ് വഴിയുള്ള മദ്യവിൽപ്പന വൻതോതിൽ ഉയർന്നിരുന്നു. എന്നാൽ ക്രമാനുസൃതമായ വർധന ഇൻസെന്റീവ് തുകയിൽ വന്നിട്ടില്ലെന്ന് മാത്രമല്ല മുൻവർഷങ്ങളെക്കാൾ കുറവും സംഭവിച്ചു. 2014 ആകെ 4 ലക്ഷം രൂപ മാത്രമാണ് ഇൻസെന്റീവായി കണക്കുകളിൽ കാണുന്നത്. എന്നാൽ ടോമിൻ ജെ തച്ചങ്കരി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ ശേഷം 2015 90 ലക്ഷം രൂപ ഇൻസെന്റീവായി ലഭിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. മലയാളം ഐക്യവേദി പ്രസിഡന്റ് ജോർജ് വട്ടകുളമാണ് പരാതിക്കാരൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. JNUവിൽ വിദ്യാർത്ഥികളുടെ ഉപരോധ സമരം അവസാനിച്ചു. JNUവിൽ ആക്രമണം നടത്തിയ ABVP-കാർക്കെതിരെ സർവകലാശാല നടപടി എടുക്കും എന്ന വൈസ് ചാൻസലറുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കർഷകർക്ക് ആശങ്ക വേണ്ട എന്ന് മന്ത്രി AK ബാലൻ. കർഷകർക്ക് ദ്രോഹകരമായ ഒരു നടപടിയും സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്നും മുൻ സർക്കാർ നിലപാട് തന്നെയാണ് LDF സർക്കാർ തുടരുന്നത് എന്നും AK ബാലൻ സഭയിൽ വ്യക്തമാക്കി. കസ്തൂരിരംഗൻ റിപ്പോർട്ട് വിഷയത്തിൽ സംസ്ഥാനത്ത് പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി വിജ്ഞാപനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 123 വില്ലേജുകളെ ജനവാസ മേഖലയായതിനാൽ ഒഴിവാക്കണമെന്ന നിലപാടാണ് മുൻ UDF സർക്കാർ സ്വീകരിച്ചത്. എന്നാൽ ഈ സർക്കാർ ഇതിനെതിരായി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്നും അത് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് സണ്ണി ജോസഫ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകുകയായിരുന്നു. 123 വില്ലേജുകളിലെ മുഴുവൻ പ്രദേശങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അന്തിമ വിജ്ഞാപനം വരുമ്പോൾ മലയോര കർഷകരെ ദോഷകരമായി ബാധിക്കുമെന്നും സണ്ണി ജോസഫ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരത്തിലൊരു സത്യവാങ്മൂലവും സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല. ഒരു ക്വാറി ഉടമയുടെ വിഷയത്തിൽ ഹൈക്കോടതിയിൽ വന്ന കേസിൽ സ്റ്റേറ്റ് ലെവൽ ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയാണ് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാത്ത പശ്ചാത്തലത്തിൽ നിലവിൽ ഒരു പ്രശ്നവുമില്ല. മുൻ UDF സർക്കാർ സ്വീകരിച്ച അതേ സമീപനമാണ് ഈ സർക്കാരിനുള്ളത്. മറിച്ചൊരു നയം മാറ്റവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ലെന്നും മറുപടിയായി മന്ത്രി K രാജു സഭയിൽ വ്യക്തമാക്കി. മന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ UDF-ഉം LDF-ഉം കഴിഞ്ഞ നിയമസഭയിൽ ഏകകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകില്ല. LDF സർക്കാരിന്റെ ഭരണകാലത്ത് കർഷകർക്ക് ആശങ്ക വേണ്ട. മുൻ സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ച പൊതുതത്വത്തിൽ നിന്ന് ഈ സർക്കാർ പിന്മാറുകയില്ലെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി AK ബാലൻ നിയമസഭയിൽ ഉറപ്പു നൽകി. എന്താണോ പൊതു കോൺസെൻസസോടുകൂടി പ്രമേയം പാസാക്കിയത് ആ പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിൽ തന്നെ നിൽക്കുന്നു. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം, കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം 100% ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ UDF-നോ അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആ പൊതുതത്വത്തിൽ നിന്ന് ഒരിക്കലും ഗവൺമെന്റ് പിന്മാറുകയില്ല. ഇതാണ് സാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനും കേരളത്തിലെ ജനതക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാനുള്ള ഉറപ്പ്. അതേസമയം 123 വില്ലേജുകളെ പരിസ്ഥിതി ലോല പ്രദേശമാണെന്ന് കാണിച്ചാൽ അത് കേന്ദ്രം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ കർഷകരെ ദോഷകരമായി ബാധിക്കും. കർഷകരുടെ ഭാവി തുലാസിലാക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ മന്ത്രി AK ബാലന്റെ വിശദീകരണത്തിന്റെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്താതെ സഭാ നടപടികളുമായി സഹകരിക്കുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ ചോദ്യോത്തരവേളയിൽ ചിരിയുണർത്തി സാമാജികരുടെ സൗന്ദര്യം സംബന്ധിച്ച ചർച്ച. സൗന്ദര്യം കുറഞ്ഞയാൾ താനാണെന്ന് മന്ത്രി G സുധാകരൻ പറഞ്ഞപ്പോൾ സ്പീക്കറും സഭയും ആ വാദം തള്ളി. സംസ്ഥാനത്തെ റോഡുകളുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരൻ നിയമസഭാ സാമാജികരുടെ സൗന്ദര്യം വിലയിരുത്തിയത്. നിയമസഭയിലും മന്ത്രിസഭയിലും സൗന്ദര്യം കുറഞ്ഞയാൾ താനാണെന്ന് സുധാകരൻ വെളിപ്പെടുത്തി. പിന്നെ എനിക്കാണെങ്കിൽ സാമാജികന്മാരിൽ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞ ആളെ ഞാൻ എനിക്ക് നന്നായിട്ട് മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ എനിക്കതുകൊണ്ട് സൗന്ദര്യബോധത്തെ പറ്റി നല്ല ഇതാണ്. കേരളത്തിൽ തന്നെ
കേരളത്തിൽ തന്നെ സൗന്ദര്യം കുറഞ്ഞവരാണ് ഞാൻ. പക്ഷേ സുധാകരന്റെ സൗന്ദര്യം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. സുന്ദരനല്ലെന്ന വാദത്തോട് സഭ യോജിക്കുന്നില്ലെന്നായി സ്പീക്കർ. അങ്ങ് പറഞ്ഞത് ആരും സമ്മതിക്കില്ല, ആരും എന്നോട് യോജിക്കുന്നില്ല. എന്റെ ബോധമാണ് ഞാൻ പറഞ്ഞത്. അങ്ങാണ് ഏറ്റവും സുന്ദരനാണ്. സ്പീക്കറുടെ പരാമർശം അംഗീകരിച്ച സുധാകരൻ തന്റെ സൗന്ദര്യ സങ്കല്പവും സഭയിൽ തുറന്നു പറഞ്ഞു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുന്ദരമായ മുഖം മനസ്സും അതുപോലെ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദ്യോത്തരവേളയിൽ റോഡുകൾ വെട്ടിപ്പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയവെയാണ് നിയമസഭയിലെയും മന്ത്രിസഭയിലെയും സൗന്ദര്യം ചർച്ചാ വിഷയമായത്. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ. അഭിഭാഷകർക്കെതിരെ ആഞ്ഞടിച്ച് സെബാസ്റ്റ്യൻ പോൾ. വിശദീകരണമില്ലാതെ അക്രമാസക്തരാകുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് തെരുവുനായ്ക്കളും, രണ്ട് അഭിഭാഷകരുമാണ്. തെരുവുനായ്ക്കൾക്ക് ചികിത്സയുണ്ട്, എന്നാൽ അഭിഭാഷകർക്ക് എന്തു ചികിത്സ നൽകണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കേരളത്തിൽ രണ്ട് വിഭാഗമാണ്. ഒരു വിശദീകരണം കിട്ടാത്ത രീതിയിൽ പെട്ടെന്ന് അക്രമാസക്തരായിരിക്കുന്നത്. ഒരു വിഭാഗം കേരളത്തിലെ നായ്ക്കളാണ്, തെരുവ് നായ്ക്കളാണ്. അത് ഒരിടത്ത് മാത്രമല്ല, കേരളം ഒട്ടുക്ക് അതേ അവസ്ഥയിലായി അഭിഭാഷകർ. വയലൻ്റായ മനുഷ്യനിങ്ങനെ കടിച്ചു കയറാൻ നടക്കുന്ന നായ്ക്കൾക്കുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നുണ്ട്. ആ ചികിത്സ നടത്തി പൂർവ്വസ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വിട്ടാൽ നായ്ക്കൾ അക്രമ സ്വഭാവം പിന്നെ കാണിക്കില്ല എന്നതിന് പത്രത്തെ വായിച്ചാണ്. ആ ട്രീറ്റ്മെന്റ് അവർക്ക് നൽകണമെന്ന് ഞാൻ പറയുന്നില്ല. സെബാസ്റ്റ്യൻ പോളിന് പിന്തുണയുമായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ. ഭൂരിപക്ഷത്തിനനുസരിച്ച് ചിന്തിച്ചില്ല എന്ന പേരിൽ അഭിഭാഷകനെ പുറത്താക്കുന്ന നിലപാട് ശരിയല്ല. ജോസ് കുറ്റ്യാനിയെ അഡ്വക്കേറ്റ്സ് അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയ നടപടി താൻ മുമ്പ് റദ്ദ് ചെയ്ത് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഹൈക്കോടതി നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കാൻ അഡ്വക്കേറ്റ് അസോസിയേഷന് അധികാരമില്ലെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. എൻ്റെ കാലത്ത് ഞാൻ ജോസ് കുറ്റ്യാനിയെ സസ്പെൻഡ് ചെയ്ത കേസിനകത്ത് ആ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തു. ജോസ് കുറ്റ്യാനി എന്ന മെമ്പറെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു. അഭിഭാഷകരുടെ അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഒരു മജോറിറ്റി വെച്ച് പുറത്താക്കാൻ പറ്റില്ല എന്ന് അന്ന് ഞാൻ വിധിച്ചു. അതുകൊണ്ട് എനിക്കറിയില്ല ഈ സെബാസ്റ്റ്യൻ പോളിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ എന്തെല്ലാം കാരണത്തിൽ അദ്ദേഹത്തിനെ പുറത്താക്കി, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യം, ഹൈക്കോടതിയിലെ അഭിഭാഷകരുടെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഹൈക്കോടതി ചെയ്തു കൊടുക്കുന്ന അഭിഭാഷകർക്ക് അത് ഏതൊരു അഭിഭാഷകനും അത് എൻജോയ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മജോറിറ്റി ഒരുത്തിനെ പുറത്താക്കാൻ അവകാശം ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസോസിയേഷനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ അർത്ഥം അവരുടെ കാര്യങ്ങളിൽ അവർ കൂട്ടായെടുക്കാൻ തീരുമാനങ്ങൾ അവരുടെ കാര്യങ്ങളിൽ പെടുത്തേണ്ട ആവശ്യമില്ലായിരിക്കും, അവർ കൂടേണ്ട ആവശ്യമില്ലായിരിക്കും. പക്ഷേ ആ അസോസിയേഷനിൽ കയറിയിരിക്കാനോ അവിടുത്തെ ആ സൗകര്യങ്ങൾ എൻജോയ് ചെയ്യാനോ ഒക്കില്ല എന്ന് പറഞ്ഞാൽ നടപ്പാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സ്പീക്കറുടെ കത്ത്. മാധ്യമപ്രവർത്തകർക്ക് നിർഭയമായി കോടതിയിൽ പോകാൻ അവസരം ഉണ്ടാക്കണമെന്ന് സ്പീക്കർ കത്തിൽ ആവശ്യപ്പെടുന്നു. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിക്കുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. നിലവിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിനകം ധനസഹായം നൽകിയെന്നും കേരളം അറിയിച്ചു. തെരുവുനായ പ്രശ്നം കേരളത്തിൽ ഇത്ര രൂക്ഷമാകാൻ കാരണം എന്താണ് എന്ന് സുപ്രീം കോടതി ചോദിച്ചു. നായ പ്രശ്നം പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വിശദമായ വാദം കേൾക്കൽ സുപ്രീം കോടതി ആരംഭിച്ചു. കേരളത്തിൽ മാത്രം തെരുവുനായ ശല്യം ഇത്ര രൂക്ഷമാകാൻ കാരണമെന്തെന്ന സംശയം കോടതി ഉയർത്തി. കടിയേറ്റു കൊല്ലപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും ധനസഹായം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്നും ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, UU ലളിത് എന്നിവരടങ്ങിയ ബെഞ്ച് ആവശ്യപ്പെട്ടു. തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറെന്നറിയിച്ച സംസ്ഥാന സർക്കാർ ഇതിനകം സമാനമായ സാഹചര്യത്തിൽ മരിച്ചവർക്ക് ധനസഹായം നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം പരിക്കേൽക്കുന്ന എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ലെന്നും അറിയിച്ചു. കേസ് തുടർവാദത്തിനായി അടുത്ത മാസം 17 മാറ്റി. ജസ്റ്റിസ് സിരിജഗൻ കമ്മീഷൻ റിപ്പോർട്ട് ഈ കേസിലെ എല്ലാ കക്ഷികൾക്ക് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശിവകാശിയിൽ ലോറിയിൽ നിന്ന് പടക്കങ്ങൾ ഇറക്കുന്നതിനിടെ ഉണ്ടായ തീപിടുത്തത്തിൽ 8 പേർ മരിച്ചു. 20ഓളം പേർക്ക് പൊള്ളലേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ദുരന്തത്തെക്കുറിച്ച് വിരുദനഗർ ജില്ലാ ഭരണകൂടവും ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവകാശി ബൈപ്പാസ് റോഡിലെ രാഘവേന്ദ്ര ഫയർവർക്സ് എന്ന കടയിലേക്ക് പടക്കങ്ങൾ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെയാണ് അപകടം. കളർ തീപ്പെട്ടിയുടെ പെട്ടി താഴെ വീണതിനെ തുടർന്ന് തീ പിടിക്കുകയായിരുന്നു. പടക്കക്കടയ്ക്കും പടക്കം കൊണ്ടുവന്ന ലോറിക്കും തീ പടർന്നതാണ് ആൾനാശം സംഭവിക്കുകയും 20ഓളം പേർക്ക് പൊള്ളലേൽക്കാനുമുള്ള സാഹചര്യം ഒരുക്കിയത്. പൊള്ളലേറ്റവരെ ശിവകാശിയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ 5 സ്ത്രീകളും പടക്കക്കടയ്ക്ക് സമീപത്തെ ദേവകി സ്കാൻ സെന്റർ ഉടമ ഭാസ്കറും ഉൾപ്പെടും. സ്കാൻ സെന്ററിൽ എത്തിയവരാണ് കൊല്ലപ്പെട്ട സ്ത്രീകൾ. പുക സ്കാൻ സെന്ററിലേക്ക് പടർന്ന് ശ്വാസം മുട്ടിയാണ് സ്ത്രീകൾ മരിച്ചതെന്ന് വിരുദനഗർ ജില്ലാ കളക്ടർ ശിവജ്ഞാനം അറിയിച്ചു.
മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. ദീപാവലി പ്രമാണിച്ച് അളവിൽ കൂടുതൽ പടക്കം ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെ തുടർന്ന് എക്സ്പ്ലോസീവ് അധികൃതർ പരിശോധന ശക്തമാക്കുകയും അനധികൃത ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. തീപിടുത്തത്തെക്കുറിച്ച് വിരുദനഗർ RDO അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഹരിപ്പാട് തൃക്കുന്നപ്പുഴയ്ക്ക് സമീപം കൂലിപ്പണിക്കാരനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നിലയിൽ ദൃശ്യ മോഡലിലാണ് കൊലപാതകം. കെട്ടിടം പണി നടക്കുന്ന കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ അടിയിൽ മൃതദേഹം ഒളിപ്പിക്കാനും ശ്രമം നടന്നിരുന്നു. ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ കൂലിപ്പണിക്ക് ശേഷം നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പണം പങ്കുവെക്കുന്നതിനിടയിലാണ് തർക്കം രൂക്ഷമായത്. പിന്നീട് നടന്ന ബലപ്രയോഗത്തിനിടയിൽ ചെട്ടികുളങ്ങര സ്വദേശി ശിവശങ്കരൻ എന്ന 53-കാരൻ കൊല്ലപ്പെടുകയായിരുന്നു. ശിവശങ്കരൻ കൊല്ലപ്പെട്ടുവെന്ന് ബോധ്യപ്പെട്ട കൊലപാതകിയായ സുകുമാരൻ സിനിമാ സ്റ്റൈലിൽ ശിവശങ്കരന്റെ മൃതദേഹം കാലും കൈയും കൂട്ടിക്കെട്ടി പോലീസ് സ്റ്റേഷന് സമീപമുള്ള പണിതീരാത്ത വീടിന്റെ അടിത്തറയിൽ സൂക്ഷിച്ചു. എന്നാൽ പുലർച്ചെയോടെ ഇതുവഴി പോയ നാട്ടുകാരിൽ ചിലർക്ക് സംശയം തോന്നുകയും കൂനയായി കിടന്ന മണ്ണിനിടയിലൂടെ മൃതദേഹത്തിന്റെ കാലുകൾ പുറത്തു കാണുകയും ചെയ്തു. ഇതോടെ സംഭവം പോലീസിനെ അറിയിച്ചു. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് ഈ മരണപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ ഈ മരണപ്പെട്ട കക്ഷിയുടെ കൂടുണ്ടായിരുന്നൊരു കക്ഷി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അറിയിച്ചത്. അതിന്റെ ഭാഗമായിട്ട് മറ്റ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞൊരു കക്ഷിയെ ഇപ്പോൾ കാണാനില്ല. ഇവരെ കുറേ നാളുകളുണ്ട്, 2-3 മാസമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ അപ്പുറത്തെ കടകളിലെ വാതക്കലൊക്കെയാണ് കിടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വില്ലടയാള വിദഗ്ധരുടെ സഹായത്തോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.